നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ജീനി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ വിൻഡോ ആണ്. ജീനി എന്ന സോഫ്റ്റ്വെയറിലാണ് നമ്മൾ സാധാരണ C++ ചെയ്യാറുള്ളത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു ബേസിക് പ്രോഗ്രാമാണ്. വെൽക്കം ടു C++ എന്ന് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു ബേസിക് പ്രോഗ്രാമാണ് കാണുന്നത്. ഇത് നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. ബിൽഡ് എക്സിക്യൂട്ട്. നമുക്ക് സ്ക്രീനിൽ വെൽക്കം ടു C++ എന്ന് എഴുതി കാണിച്ചിട്ടുള്ളത് കാണാൻ പറ്റും. നെക്സ്റ്റ്, രണ്ട് നമ്പേഴ്സ് തമ്മിൽ സമ്മ് ചെയ്യാനുള്ള, അതും ഒരു ബേസിക് പ്രോഗ്രാം എന്ന് തന്നെ പറയാം. ഇൻറ്റ് C++ 5 ഡാറ്റ ടൈപ്പുകളുണ്ട്. ഇൻറ്റ്, ഫ്ലോട്ട്, വോയിഡ്, ഡബിള്, ക്യാർ. ഇൻറ്റ്, ഫ്ലോട്ട് എന്നുള്ള രണ്ട് ഡാറ്റ ടൈപ്പുകളാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. ഇൻറ്റ് പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സിനും ഫ്ലോട്ട് പോയിന്റ് ഉൾപ്പെടെയുള്ള നമ്പേഴ്സും സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ഇൻറ്റ് n1 n2 സമ്മ്, സമ്മ് കാണാൻ വേണ്ടിയിട്ട് 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. n1 n2 രണ്ട് നമ്പേഴ്സ് സമ്മ് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയാറുള്ളത്. ഞാൻ രണ്ടിൽ സ്ലാഷ് ഇട്ടിട്ടുണ്ട്. അത് കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രോഗ്രാമിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന സമയത്ത് അത് റൺ ചെയ്യൂല. നമ്മളെ കോഡുകൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് എന്തെങ്കിലും എഴുതി വെക്കാം. നെക്സ്റ്റ് ലൈനിൽ രണ്ട് നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി, സ്ക്രീനിൽ എഴുതി കാണിക്കാൻ വേണ്ടി ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, സി ഔട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. അടുത്ത ലൈനിൽ രണ്ട് നമ്പറുകൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി Cin n1 n2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. സീനിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന രണ്ട് ലെസ് ദാൻ ഓപ്പറേറ്റർ, അത് നമ്മൾ സി ഔട്ടിൻ്റെ കൂടെ നേരെ ഓപ്പോസിറ്റ്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ വർക്ക് ചെയ്യുള്ളൂ. പിന്നീട് സമ്മ് കാണാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. n1 + n2 രണ്ട് നമ്പേഴ്സ് തമ്മിൽ സമ്മ് ചെയ്യുക, അത് സമ്മിൽ സ്റ്റോർ ചെയ്യുക. അത്രയാണ് ആ ലൈനിൻ്റെ ഉദ്ദേശം. പിന്നെ ഓപ്പറേറ്റേഴ്സും ഓപ്പറാൻഡ്സും ഒക്കെ മിക്സ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് എക്സ്പ്രഷൻസ് എന്നാണ് പറയുക. അവസാനമായിട്ട് ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടി സം ഓഫ് നമ്പേഴ്സ് ഈസ് എന്ന് പറഞ്ഞിട്ട് അത് സ്ക്രീനിൽ അതേപോലെ എഴുതി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സം എന്നുള്ള ആൻസറും കാണിക്കണം. അതിന് സം നമ്മൾ ഡബിൾ കൊട്ടേഷൻ ഇല്ലാതെ കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ബിൽഡ് എക്സിക്യൂട്ട് കൊടുത്തു കഴിയുമ്പോൾ എൻ്റർ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇത് വന്നിട്ടുണ്ട്. രണ്ട് നമ്പേഴ്സ് കൊടുത്തപ്പോൾ അത് രണ്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു സമ്മ് നമുക്ക് അവിടെ കാണിച്ചിട്ടുണ്ട്. അതിന് റിസൾട്ട് 165, രണ്ട് നമ്പേഴ്സിന് കൊടുത്തതിൻ്റെ സമ്മ്. ഇതൊക്കെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ഇയറിലുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു 90% ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ് ഒരു പ്രോഗ്രാം നോക്കാം. ചെറിയൊരു പ്രോഗ്രാം തന്നെയാണ്. ജസ്റ്റ് ഇൻറ്റ് x = 5 y = 2 രണ്ട് നമ്പേഴ്സ് തുടക്കത്തിലെ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലോട്ട് z എന്ന് കൊടുത്തിട്ടുണ്ട് ഫൈനൽ ആൻസറിന് വേണ്ടി. z = x / y. എക്സിനെ y കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്താണോ ആൻസർ അത് z-ൽ സ്റ്റോർ ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സാധാരണ 2.5 ആണ്. പക്ഷേ C++ൻ്റെ ഒരു പ്രത്യേകത, ഇൻറ്റിജർ ആയിട്ടുള്ള നമ്പേഴ്സ്, പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സ് നമ്മൾ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടിലും പോയിന്റ് ഉണ്ടാവില്ല. അത് നമ്മൾ ഫ്ലോട്ട് എന്ന് കൊടുത്താൽ പോലും നമ്പർ 2 ഇൻറ്റിജർ ആയതുകൊണ്ട് അതിൽ റിസൾട്ടിൽ പോയിന്റ് ഉണ്ടാവില്ല. ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ശരിക്കും 2.5 ആണ് ആൻസർ വരേണ്ടത്. നമുക്കതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ബിൽഡ് എക്സിക്യൂട്ട്.
ആൻസർ വന്നിട്ടുള്ളത് 2 എന്ന് മാത്രമാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2.5 എന്നുള്ള ആൻസർ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ നമ്മൾ നമ്പർ പോയിന്റ് ഇട്ടുകൊണ്ട് ഇപ്പോൾ 2 എന്നുള്ളതിന് പകരം 2.0 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ റിസൾട്ടിൽ പോയിന്റ് വരും. ഇവിടെ 2.5 എന്നുള്ള ആൻസർ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇനി അതല്ല എങ്കിൽ വേറൊരു മാർഗമുള്ളത് ഡിവൈഡ് ബൈ വൈ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻറ്റ് എന്നുള്ളത് ഫ്ലോട്ട് എന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ, അതായത് മൊത്തം ഫ്ലോട്ടായി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് 2.5 എന്നുള്ള ആൻസർ ലഭിക്കും. നേരത്തെ 2 കിട്ടിയതിന് കാരണം ഇൻറ്റിജർ ആയിട്ടുള്ള 2 നമ്പേഴ്സാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇൻറ്റിജർ നമ്പർ. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. ഒരു സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം. അതിൽ നമുക്കൊരാകെ ആവശ്യമുള്ളത് ഒരു റേഡിയസ് മാത്രമാണ്. അതിന് ഇൻറ്റ് ആർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടി പ്ലോട്ട് ഏരിയ, പോയിന്റുള്ള നമ്പേഴ്സ് ആയിരിക്കും സാധാരണ ഏരിയയിൽ ഉണ്ടാവുക. കാരണം πr² അല്ലെങ്കിൽ 3.14 വെച്ചിട്ട് ഗുണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഫൈനൽ റിസൾട്ടിൽ പോയിന്റ് ഉണ്ടാവും. ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ബിൽഡ്, എക്സിക്യൂട്ട്. സ്ക്രീനിൽ എൻ്റർ റേഡിയസ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. റേഡിയസ് എൻ്റർ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ 55 കൊടുത്ത സമയത്ത് നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് ഒരു വലിയ നമ്പർ വന്നിട്ടുണ്ട്. അതിൽ പോയിന്റ് ഉൾപ്പെടെയുള്ള നമ്പറാണ് നമുക്ക് റിസൾട്ടായിട്ട് വന്നിട്ടുള്ളത്. പോയിന്റ് ഉൾപ്പെടെ വരാനുള്ള കാരണം പ്ലോട്ട് ഏരിയ എന്ന് കൊടുത്തത് കൊണ്ട് മാത്രമല്ല, അവിടെ നമ്മൾ 3.14 ഇൻറ്റു, അതായത് 3.14 എന്നുള്ളത് ഒരു പോയിന്റുള്ള നമ്പറാണ്. അതുകൊണ്ടാണ് റിസൾട്ടിൽ ഫൈനലായിട്ട് നമുക്ക് പോയിന്റുള്ള നമ്പർ കിട്ടിയത്. നെക്സ്റ്റ് പ്രോഗ്രാം ഒരു ഈഫ് കണ്ടീഷൻ. ഇതൊക്കെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകൾ തന്നെയാണ്, റിപ്പീറ്റിംഗ് ആണ്. നമ്മളൊരു മാർക്ക് എൻ്റർ ചെയ്തിട്ട് പാസ്ഡ് ആണോ ഫെയിൽഡ് ആണോ, ഒരു ടോട്ടൽ മാർക്സ്, അതായത് 300-ൽ കൂടുതൽ കിട്ടിയ ആളുകളൊക്കെ പാസ്ഡ് ആണ്, അല്ലാത്തവരൊക്കെ ഫെയിൽഡ് ആണ്. എൻ്റെ ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ യുവർ ടോട്ടൽ മാർക്സ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാനൊരു നമ്പർ 444, ഇപ്പോൾ യു ആർ പാസ്ഡ് എന്ന് ഔട്ട്പുട്ടിൽ കാണിച്ചിട്ടുണ്ട്. 444 300-ൽ കൂടുതലുള്ള ഒരു സംഖ്യ ആയതുകൊണ്ട് പാസ്ഡ് എന്ന് മാത്രം കാണിച്ചിട്ട് പ്രോഗ്രാം ക്ലോസ് ആയി. ഇനി നമ്മൾ 300-ൽ കുറവുള്ളൊരു നമ്പർ 233, യു ആർ ഫെയിൽഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു ഈഫ് കണ്ടീഷൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാം. നെക്സ്റ്റ്, ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്, കാരണം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുള്ള കാര്യമായതുകൊണ്ടാണ്. ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ, ഈഫ് കണ്ടീഷന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്പറേറ്ററാണ് ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈഫ് എൽസ് എന്നുള്ളതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. ഒരു ടെസ്റ്റ് കണ്ടീഷൻ കൊടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം, ശരിയാണെങ്കിലുള്ളൊരു ആൻസർ എഴുതാം, ഒരു കോളൻ ഇടാം, തെറ്റാണെങ്കിലുള്ള ആൻസർ എഴുതാം, അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ വർക്ക് ചെയ്യേണ്ട കാര്യം എഴുതി കൊടുക്കുക. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ. ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുള്ള ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശിഷ്ടം 0 കിട്ടുന്ന കണ്ടീഷനാണ്. ശിഷ്ടം 0 കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു ഇരട്ടസംഖ്യയാണെന്ന് അർത്ഥം, അതല്ലെങ്കിൽ ഒറ്റ സംഖ്യയാണെന്ന് അർത്ഥം. നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. 66 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ നമ്പർ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. 66 ഈവൻ നമ്പറാണ്. ഇനി ഒരു ഒറ്റ സംഖ്യ കൊടുത്തു 33, അതൊരു ഒറ്റ സംഖ്യയാണെന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇതിലാകെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് പേഴ്സൻ്റ് സിമ്പിളാണ്. പേഴ്സൻറ്റേജ് സിമ്പിൾ റിമൈൻഡർ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുകയാണെന്ന് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതൊരു ഇരട്ട സംഖ്യയാണെന്നാണ്. അടുത്തത് ഈഫ് കണ്ടീഷൻ്റെ തന്നെ വേറൊരു രൂപമാണ് എൽസ് ഈഫ്. അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ ടെസ്റ്റുകൾ വരുന്ന സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈഫ് എൽസ്. ഈഫ് ലാഡർ എന്നാണ് പറയുക. ഒരു കോണി പോലെ, അതായത് കയറി പോവുക എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇറങ്ങി പോവുക എന്നുള്ള രീതിയിലാണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ നോക്കും, അതിൽ ശരിയാവണില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറും, അതിൽ ശരിയാവണില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ആ രീതിയിൽ, അതാണ് ഒരു കോണി പോലെ എന്നുള്ള രീതിയിലാണ് ഈഫ് എൽസ് ലാഡർ എന്ന് പറയാറുണ്ട്. ഇവിടെ കുറേ ടെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ചെറിയ ഒരു A+, അതായത് ഗ്രേഡ് കണ്ടുപിടിക്കാനുള്ളൊരു ടെസ്റ്റാണ്. 90-ൽ കൂടുതലാണെങ്കിൽ A+ ആണ്,
മാർക്ക്, അതായത് നമ്മൾ എൻ്റർ ചെയ്യുന്ന മാർക്ക് 90-ൽ കൂടുതലാണെങ്കിൽ A+ എന്ന് കാണിക്കണമെന്നും 80-ൽ കൂടുതലാണെങ്കിൽ A എന്ന് കാണിക്കണം, 70-ൽ കൂടുതലാണെങ്കിൽ B+ കാണിക്കണം. ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു 30-ൽ താഴെയാണെങ്കിൽ ഫെയിൽഡ് എന്ന് കാണിക്കണം. ഇത്രയാണ് ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഇനി ഈ LCF പ്രോഗ്രാമിൻ്റെ റിസൾട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു 1-ൽ കൂടുതൽ ടെസ്റ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കമ്പൈൻ ബിൽഡ് അമർത്തിയതിനു ശേഷം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ എൻ്റർ യുവർ മാർക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻപുട്ട് റിസീവ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഏത് മാർക്ക് കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഗ്രേഡ് കാണിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഞാനൊരു 77 മാർക്ക് പാസ്ഡ് വിത്ത് ഗ്രേഡ് B+. 70 ആൻഡ് അബോവ് B+ ആണ്. അതുകൊണ്ട് പാസ്ഡ് വിത്ത് ഗ്രേഡ് B+. പ്ലസ് എനിക്ക് ടു കണ്ടിന്യൂ എല്ലാ ഔട്ട്പുട്ട് സ്ക്രീനിലും കാണുന്നതാണ്. ജസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ വേറൊരു നമ്പർ 99 പാസ്ഡ് വിത്ത് ഗ്രേഡ് A+ എന്ന് വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ വേറൊരു ഇൻപുട്ട് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. 34 പാസ്ഡ് വിത്ത് ഗ്രേഡ് D+ എന്നാണ് വന്നിട്ടുള്ളത്. അവസാനമായിട്ട് 23 യു ആർ ഫെയിൽഡ് എന്നീ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എത്ര ടെസ്റ്റുകൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കൺട്രോൾ സ്ട്രക്ചറാണ് ഈഫ് എൽസ് ഈഫ് എന്ന് തന്നെ എഴുതണം. എങ്കിൽ മാത്രമേ ഈ ഫസ്റ്റ് കണ്ടീഷൻ ശരിയല്ലെങ്കിൽ മാത്രമേ രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോവുള്ളൂ. അത് ശരിയല്ലെങ്കിൽ മാത്രമേ മൂന്നാമത്തെ കണ്ടീഷനിലേക്ക് പോവുള്ളൂ. അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ അറ്റ് എ ടൈമിൽ ഇതിൽ വർക്ക് ചെയ്യൂ. നെക്സ്റ്റ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, കഴിഞ്ഞ വർഷം ഉള്ളതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇതും ഒരു മൾട്ടിപ്പിൾ ബ്രാഞ്ച് സെലക്ഷൻ, അതായത് 1-ൽ കൂടുതൽ സെലക്ഷനിൽ നിന്ന് ഒരെണ്ണം മാത്രം ചൂസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എഴുതുന്ന ഒരു കൺട്രോൾ സ്ട്രക്ചറാണ്. ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പ്രോഗ്രാം നമ്മൾ ഒരു ഡിജിറ്റ് ഇൻപുട്ട് ചെയ്തിട്ട്, അതായത് ഏതെങ്കിലും ഒരു അക്കം ഇൻപുട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എഴുതി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കാണിച്ചിട്ടുള്ളത്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ അതിൽ നമ്മൾ ഓരോ ഓപ്ഷനും കേസ് എന്ന് കൊടുത്തിട്ടാണ് എഴുതുന്നത്. കേസ് 1, കേസ് 2, കേസ് 0 വരെ, അതായത് 0 മുതൽ 9 വരെയുള്ള എല്ലാ ഡിജിറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓർഡറിൽ തന്നെ എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഏതാണോ വർക്ക് ചെയ്യേണ്ടത് അതിൻ്റെ കറക്റ്റ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് കോഡ് അതിൽ ഉൾപ്പെടുത്തണം എന്ന് നിർബന്ധം. അതായത് കേസ് 5 എന്നുള്ളതിന് ശേഷം കേസ് 5 എന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിക്കേണ്ടത് 5 എന്ന് തന്നെ എഴുതണം, അതല്ലെങ്കിൽ മാറിപ്പോവും. ഇത് ഓർഡർ, അതായത് 1, 2, 3 ആ ഓർഡറിൽ തന്നെ എഴുതണം നിർബന്ധമില്ല. കേസ് 1 വേണമെങ്കിൽ നിങ്ങൾക്ക് അവസാനം എഴുതാം. ഇവിടെ കേസ് 0 അവസാനമാണ് എഴുതിയിട്ടുള്ളത്, അങ്ങനെ ഓർഡറില്ല. പക്ഷേ ഓരോന്നിനും കാണിക്കേണ്ട ഔട്ട്പുട്ട് അത് കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രം. ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും അവസാനം ഓരോ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് കാണിച്ചതിന് ശേഷം ഈ സ്വിച്ച് ബ്ലോക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് എന്നുള്ളത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അഥവാ ബ്രേക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. ബ്രേക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ബ്രേക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ എല്ലാ കേസിലും നമ്മളിതിൻ്റെ ഫ്ലോ, അതായത് പ്രോഗ്രാം എല്ലാ സ്റ്റേറ്റ്മെൻറ്റിലും കയറി ഇറങ്ങി എല്ലാത്തിലും എല്ലാ ഔട്ട്പുട്ടും കാണിച്ചതിന് ശേഷം മാത്രമേ പുറത്തേക്ക് പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ആൻസർ മാത്രമേ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഉടനെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈഫ് എൽസിഫിൽ ഉപയോഗിക്കുന്നത് പോലെ ഏറ്റവും അവസാനം, അതായത് ഈ കണ്ടീഷൻ ഒന്നും മാച്ച് ആവുന്നില്ലെങ്കിൽ അവസാനം നമ്മളെ ഈഫ് എൽസിഫിൽ എൽസ് എന്ന് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഡിഫോൾട്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കേസൊന്നും ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അവസാനം നമുക്ക് ഡിഫോൾട്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിലുള്ള ആ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഒരു പ്രോഗ്രാം ഇതൊന്ന് നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ഡിജിറ്റ് എന്ന് സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊരു നമ്പർ 8 പ്രസ് എനി കീ ടു കണ്ടിന്യൂ ഔട്ട്പുട്ട് സ്ക്രീനിൽ വരുന്നതാണ്. 8 എന്ന് കാണിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. വേറൊരു നമ്പർ
1 കൊടുത്തിട്ടുണ്ട്, 1 എന്ന് കാണിച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ലിസ്റ്റിൽ ഇല്ലാത്ത മറ്റൊരു നമ്പർ 66. 6 എന്നുള്ള നമ്പർ ഈ ലിസ്റ്റിലുണ്ട്, പക്ഷേ 66 ഈ ലിസ്റ്റിൽ ഇല്ലാത്തൊരു നമ്പറാണ്. അത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻവാലിഡ് നമ്പർ എന്ന് പറഞ്ഞിട്ട് പ്രസ് ഇൻഡിക്കേറ്റ് കണ്ടിന്യൂ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് അല്ലാതെ വേറെ ഏത് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും ഇൻവാലിഡ് നമ്പർ എന്ന് തന്നെയാണ് പറയുക. ഒരു നെഗറ്റീവ് നമ്പർ കൊടുത്താലും ഇതിലുള്ള നമ്പർ ആണെങ്കിൽ കൂടി -7 ഇൻവാലിഡ് നമ്പറാണ്. കാരണം ഈ ലിസ്റ്റിൽ നെഗറ്റീവ് നമ്പർ ഇല്ല എന്നുള്ളതാണ്. ഇത് എല്ലാ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനും കേസ് 1, 2, 3 എന്നല്ല എഴുതാറുള്ളത്. നമുക്ക് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചാണ് എഴുതേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് ദിവസത്തിൻ്റെ പേര് അല്ലെങ്കിൽ മാസത്തിൻ്റെ പേര് ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ 12 മാസങ്ങളുടെ നമ്പറാണ് പേരാണ് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കേസ് 1 മുതൽ 12 വരെ ഉൾപ്പെടുത്തേണ്ടി വരും. ഈ ദിവസങ്ങൾ സൺഡേ, മൺഡേ എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ കേസ് 1 മുതൽ 7 വരെ മതിയാവും. പിന്നെ ബാക്കി ഡിഫോൾട്ട് ചെയ്താൽ. ഇനി അതല്ല നമ്മൾ 3 നമ്പേഴ്സ് മാത്രം 10, 11, 12 എന്ന് ഇൻപുട്ട് കൊടുത്തിട്ട് SSLC +1, +2 എന്ന് കാണിക്കാനും ബാക്കി എന്ത് കൊടുത്താലും ഇൻവാലിഡ് എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആകെ 3 എണ്ണം മതിയാവും. കേസ് 10, കേസ് 11, കേസ് 12. ബാക്കി ഡിഫോൾട്ട് വേണമെങ്കിൽ നമുക്കതൊന്ന് ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബാക്കിയുള്ള കേസുകളൊക്കെ ഞാൻ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. കേസ് 11 എടുത്തിട്ടുണ്ട്, 12 എടുത്തിട്ടുണ്ട്, 13 ഇല്ല, 10 എടുത്തിട്ടുണ്ട്. 10ന് SSLC എന്ന് കൊടുത്തിട്ടുണ്ട്, 12 +2 എന്ന് കൊടുത്തിട്ടുണ്ട്, 11 +1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് വീണ്ടും കമ്പൈൻ ചെയ്ത് നോക്കാം. ഡിജിറ്റ് എന്നുള്ള വേരിയബിൾ ഒന്നും മാറ്റിയിട്ടില്ല, ജസ്റ്റ് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. എൻ്റർ ഡിജിറ്റ് എന്നാണ് വന്നിട്ടുള്ളത്, കാരണം മെസ്സേജ് കൊടുത്തിട്ടുള്ള എൻ്റർ ഡിജിറ്റ് എന്നാണ്. നമുക്ക് അല്ലെങ്കിൽ എൻ്റർ യുവർ ക്ലാസ് എന്നുള്ള വേണമെങ്കിൽ കൊടുക്കാം, മാറ്റിയിട്ടില്ല. ജസ്റ്റ് 12 +2 എന്ന് കാണിച്ചിട്ടുണ്ട്. 13 ലിസ്റ്റിൽ ഇല്ലാത്ത നമ്പറാണ്, ഇൻവാലിഡ് നമ്പറാണ്. 10 SSLC എന്ന് വന്നിട്ടുണ്ട്, പ്രസ് ഇൻഡിക്കേറ്റ് കണ്ടിന്യൂ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മാറ്റം വരുത്താം. ഏത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് സ്വിച്ച് എന്നുള്ളത് ഉപയോഗിച്ചിട്ട് മാറ്റി എഴുതാൻ പറ്റും. പക്ഷേ തിരിഞ്ഞു പോയി. അതായത് ഏത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് ഇഫ് എൽസ് ഉപയോഗിച്ചിട്ട് മാറ്റി എഴുതാൻ പറ്റും. ഈ സെയിം പ്രോബ്ലം നമുക്ക് വേണമെങ്കിൽ ഇഫ് എൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇഫ് ഡിജിറ്റ് =, ഡബിൾ = 11 കൊടുത്തിട്ട് Cout +1 കൊടുത്താൽ മതി. എൽസ് ഇഫ് ഡിജിറ്റ് = 12 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ Cout +2 കൊടുക്കാം. എൽസ് ഇഫ് ഡിജിറ്റ് = 10 SSLC എന്ന് കൊടുക്കാം. ലാസ്റ്റ് എൽസിൽ ഇൻവാലിഡ് നമ്പർ എന്ന് കൊടുക്കാം. പക്ഷേ എല്ലാ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് സ്വിച്ചിലേക്ക് മാറ്റി എഴുതാൻ പറ്റില്ല. കാരണം ഇഫ് എൽസിൽ നമുക്ക് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ എന്നുള്ള സിംബൽസ് ഉപയോഗിക്കാൻ പറ്റും. സ്വിച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈക്വൽ ആണോ എന്ന് മാത്രമേ ഉള്ളൂ, ഒരു നമ്പർ ശരിയാണോ എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് എല്ലാ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റും സ്വിച്ചിലേക്ക് മാറ്റി എഴുതാൻ പറ്റില്ല. പക്ഷേ എല്ലാ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് ഇഫ് എൽസിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അടുത്തതായി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റാണ്. C++ 3 തരം ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്: ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഫോർ ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിൾ കഴിഞ്ഞ വർഷം പഠിച്ചതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം കുറച്ച് സ്പീഡിൽ പോവുകയാണ്. ഫോർ ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്. ഒരു ഫോർ ലൂപ്പ് എഴുതാൻ അല്ലെങ്കിൽ ഏത് ലൂപ്പ് എഴുതാണെന്നുണ്ടെങ്കിലും അതിന് 4 കാര്യങ്ങൾ വേണം. ഒരു ഇനീഷ്യലൈസേഷൻ, അതായത് ഒരു സ്റ്റാർട്ടിംഗ് എക്സ്പ്രഷൻ വേണം, ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ വേണം, ഒരു വാല്യൂ അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വേണം, പിന്നെ ലൂപ്പ് കോഡ് അഥവാ എന്ത് കോഡാണോ റിപ്പീറ്റ് ചെയ്ത് കാണിക്കേണ്ടത് അത് നമ്മൾ കൊടുക്കണം. ഇതിൽ 4 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ ഒരു ലൂപ്പ് കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിളാണ്. അതായത് ഈ ലൂപ്പ് എങ്ങനെ റിപ്പീറ്റ് ചെയ്യണം, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്ന് കൺട്രോൾ ചെയ്യുന്നത് ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിളാണ്. ലൂപ്പ് കൺട്രോൾ വേരിയബിളായിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു വേരിയബിളാണ്. = 1 എന്ന് കൊടുത്തിട്ടുണ്ട്. <= 100 എന്ന് കൊടുത്തിട്ടുണ്ട്. i++ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് 1 മുതൽ
100 വരെ ഓരോ പ്രാവശ്യം ഒന്ന് വീതം ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന് താഴെ കൊടുത്തിട്ടുള്ള സി ഔട്ട് ഐ കാണിക്കുക, കൂടെ ഒരു ഡബിൾ കൊട്ടേഷൻ മാർക്ക് /t, ഒരു ടാബ് സ്പേസ് വിട്ടിട്ട് വേണം അടുത്ത ആൻസർ കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നേരത്തെ എക്സിക്യൂട്ട് ചെയ്ത റിസൾട്ടാണ്. ജസ്റ്റ് വീണ്ടും ഒന്ന് കമ്പൈൽ ചെയ്യാം. അതായത് 1 മുതൽ 100 വരെയുള്ള നമ്പറുകൾ ആണ് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓരോ ടാബ് സ്പേസ് വിട്ടതിന് ശേഷമാണ് അടുത്ത ആൻസറുകൾ കാണിച്ചിട്ടുള്ളത്. /t എന്നുള്ളതിന് പകരം /n എന്നോ അല്ലെങ്കിൽ ENDL എന്നോ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈൻ ബൈ ലൈൻ ആയിട്ട്, അതായത് ഓരോരോ ലൈനിലും ഓരോ ആൻസറായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് സ്ക്രീനിൽ വ്യത്യാസങ്ങൾ വരുന്നത് കാണാം. ഇപ്പോൾ 100 സ്റ്റാർട്ടിങ് 100 ആക്കി കഴിഞ്ഞു. ടെസ്റ്റ് 200 വരെ എന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇൻക്രിമെൻ്റ് ചെയ്യുന്നത് 1 പകരം 2 ആക്കി മാറ്റിയിട്ടുണ്ട്. അതിന് നമ്മൾ i = i+2 എന്നോ i + 2 എന്നോ എഴുതി കൊടുക്കാം. സി ഔട്ട് ഐ എന്ന് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് വീണ്ടും നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്തിട്ടുണ്ട്, ബിൽഡ്, എക്സിക്യൂട്ട്. ഇവിടെ വന്നിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. 100 മുതൽ 200 വരെയുള്ള ഇരട്ട സംഖ്യകളാണ്. 100ൻ്റെ കൂടെ 2 കൂട്ടിയതിന് ശേഷം 102, അതിൻ്റെ കൂടെ 2 104, ആ രീതിയിൽ മുന്നോട്ട് പോയിട്ട് 200 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഒരു ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഫോർ ലൂപ്പ് അല്ലാതെ മറ്റ് 2 ലൂപ്പുകളുള്ളത് വൈൽ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ലൂപ്പ് ഉണ്ട്. അതിലൊക്കെ ഈ പറഞ്ഞ 4 ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ്, അപ്ഡേറ്റ്, ലൂപ്പ് കോഡ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പലതും പല രീതിയിലാണ് ഉപയോഗിക്കുന്നത് മാത്രം. നമുക്ക് വൈൽ ലൂപ്പ് ജസ്റ്റ് ഈ കോഡിൽ തന്നെ വൈൽ ലൂപ്പിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. i = 1, അതിൻ്റെ സ്റ്റാർട്ടിങ് എക്സ്പ്രഷൻ ഏറ്റവും ടോപ്പിലാണ്, അല്ലെങ്കിൽ ഇനീഷ്യലൈസേഷൻ ടോപ്പിലാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം വൈൽ എന്ന് എഴുതിയതിന് ശേഷം അതിൻ്റെ ടെസ്റ്റ് കണ്ടീഷൻ അതിൻ്റെ ബ്രാക്കറ്റിലാണ് കൊടുക്കുന്നത്. 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് തന്നെ ആയിക്കോട്ടെ. അതിനുശേഷം വൈൽ ലൂപ്പിന് മാത്രം സെപ്പറേറ്റ് ഒരു ബ്രാക്കറ്റ് നമ്മൾ ഇടേണ്ടതുണ്ട്. കാരണം വൈൽ ലൂപ്പ് എന്നുള്ളതിൻ്റെ കോഡ് മിനിമം 2 ലൈനെങ്കിലും വൈൽ ലൂപ്പ് എന്നുള്ള കോഡിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി അപ്പോൾ 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ അവിടെ സ്ക്രീനിൽ കാണുന്നത്. സ്റ്റാർട്ടിങ് ഇവിടെ കൊടുത്തു, ടെസ്റ്റ് ഇവിടെ കൊടുത്തു, അതിൻ്റെ ലൂപ്പ് കോഡ് അതിനുള്ളിൽ വൈൽ ലൂപ്പിൻ്റെ ബോഡി ഈ ബ്രാക്കറ്റിനുള്ളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാനുള്ള അപ്ഡേറ്റ് ഏറ്റവും അവസാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്തും നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സെയിം ആൻസർ തന്നെയാണ്. ആദ്യം കാണിച്ചിട്ടുള്ള 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ചെറുതായിട്ട് നമുക്ക് 100 മുതൽ 1 വരെ, അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് 100 എന്നാക്കിയിട്ടുണ്ട്, സെക്കൻഡ് 1 എന്നാക്കിയിട്ടുണ്ട്. ലെസ് ദാൻ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ എന്നാക്കേണ്ടി വരും. കാരണം 100 എന്നുള്ള നമ്പർ സ്റ്റാർട്ടിങ്ങിലുണ്ട്. നമുക്ക് കുറച്ച് കൊണ്ടുവന്നിട്ട് 1 ആക്കി മാറ്റുകയാണ് ഉദ്ദേശം. അപ്പോൾ 1-ൽ കൂടുതലാണെങ്കിൽ, 1 ആവുന്ന സമയത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. 1-ൽ കൂടുതലാണെങ്കിൽ ഇത് ചെയ്യുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേപോലെ കുറയ്ക്കാൻ നമ്മൾ ++ എന്നുള്ളത് -- എന്നാക്കി കൂടി വേണ്ടി വരും. ജസ്റ്റ് അതൊന്ന് നമ്മൾ വീണ്ടും കമ്പൈൽ ചെയ്യുന്നു, ബിൽഡ്, എക്സിക്യൂട്ട്. 100, 99, 98 ആ രീതിയിൽ ലാസ്റ്റ് 1 വരെയുള്ള നമ്പേഴ്സാണ് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ ലൂപ്പ് എഴുതുന്ന രീതി. ഒരു ലൂപ്പ് കൂടിയുള്ളത് ഡു വൈൽ ലൂപ്പ് എന്നുള്ളതാണ്. ഡു വൈൽ ലൂപ്പിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ അതിനു മുമ്പായിട്ട് വൈൽ ലൂപ്പ് ഒന്നുകൂടെ ലെസ് ദാൻ എന്ന് തന്നെ വെച്ചുകൊണ്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗ്രേറ്റർ ദാൻ എന്ന മാറ്റിയപ്പോഴാണ് 100 മുതൽ 1 വരെയുള്ള നമ്പേഴ്സ് കുറച്ചിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ആൻസർ ഒന്നും വന്നിട്ടില്ല. അതായത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള കാര്യം i = 100, i <= 1, അതായത് i 1-ൽ കുറവാണെങ്കിൽ താഴെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. i 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1-ൽ താഴെയുള്ള നമ്പറല്ല, 1-ൻ്റെ മുകളിലുള്ള നമ്പറാണ്. അതുകൊണ്ട് തന്നെ യാതൊരു ആൻസറും ഇതിൽ കാണിച്ചിട്ടില്ല.
ഈ ഡു വൈൽ ലൂപ്പ് ഇത് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ പഴയ ആൻസർ തന്നെ വന്നോളും, വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള അതേ ആൻസർ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഡു വൈൽ ലൂപ്പിൻ്റെ ഒരു പ്രത്യേകത, ഡു വൈൽ ലൂപ്പ് ഒരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചെക്കിങ് അവസാനം ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആകെ മാറ്റം വരുത്തേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ വൈൽ ലൂപ്പിൻ്റെ സ്ഥാനത്ത് ഡു എന്നും ഏറ്റവും അവസാനമായിട്ട് വൈൽ എന്നുള്ള ആ കണ്ടീഷൻ ഏറ്റവും അവസാനമായിട്ട് കൊടുക്കുന്നു. വൈലിന് മാത്രം ഒരു സെമി കോളൻ, അത് ഡു വൈൽ ലൂപ്പിൻ്റെ മാത്രം പ്രത്യേകതയാണ്. സാധാരണഗതിയിൽ വൈൽ, ഫോർ ലൂപ്പ്, ഈഫ്, എൽസ് അതിൻ്റെയൊക്കെ അവസാനം സെമി കോളൻ ഇടാറില്ല. വൈൽ ലൂപ്പിന് അത് മസ്റ്റാണ്. ജസ്റ്റ് നമുക്ക് 100 മുതൽ 1 വരെയുള്ള നമ്പേഴ്സ് അതേ സെയിം കോഡ് തന്നെയാണ്, മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ആൻസർ 100 മുതൽ 1 വരെയുള്ള നമ്പേഴ്സ് തന്നെ വരികയും ചെയ്യും. വന്നിട്ടുണ്ട് സ്ക്രീനിൽ. നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണെന്ന് പറഞ്ഞു, കാരണം ഇതിൻ്റെ അവസാനമാണ് ഇതിൻ്റെ ചെക്കിങ്. ഞാനത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ പോലും ഒരു ആൻസർ ഇതിൽ കാണിക്കും. സാധാരണഗതിയിൽ തെറ്റാണെങ്കിൽ ഒരു ആൻസർ പോലും കാണിക്കാറില്ല. പക്ഷേ ഇവിടെ 100 പ്ലസ് എനിക്ക് ടു കണ്ടിന്യൂ, അതാണ് ഇതിൻ്റെ ഡു വൈൽ ലൂപ്പിൻ്റെ പ്രത്യേകത. മിനിമം ഒരു പ്രാവശ്യം കോഡ് വർക്ക് ചെയ്യും, എന്നിട്ട് അവസാനം ചെക്ക് ചെയ്യുന്ന സമയത്ത് തെറ്റാണെങ്കിൽ പിന്നീട് മുന്നോട്ട് പോകില്ല എന്ന് മാത്രം. അതായത് i = 100 ഡു ചെയ്യുക, സി ഔട്ടായി, അതായത് 100 എന്ന് കാണിക്കുക, i ഒന്ന് കുറക്കുക, 99 ആയി. വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് 1-ൽ താഴെയാണെങ്കിൽ ചെയ്യുക. 99 എന്നുള്ളത് 1-ൽ താഴെയല്ല, അപ്പോൾ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ 100 എന്നുള്ളൊരു ആൻസർ മാത്രം ഇതിൽ കിട്ടിയത്. ഇതൊരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആയതുകൊണ്ടാണ് ആ 100 എന്നുള്ള ഒരു ആൻസറെങ്കിലും അതിൽ മിനിമം കാണിച്ചിട്ടുള്ളത്. നോർമലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൂപ്പ് ഫോർ ലൂപ്പാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള ഏത് ലൂപ്പിലേക്കും നമുക്ക് കൺവേർട്ട് ചെയ്യാം. എക്സാമിന് സാധാരണ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ, അതായത് 2020-ലുള്ള എക്സാമിനും സെക്കൻഡ് ഇയറിലും ഫസ്റ്റ് ഇയറിലും ഉണ്ടായിരുന്ന ഓർമ്മ, ഏതെങ്കിലും റീറൈറ്റ് ചെയ്യുക എന്ന്, അതായത് ഏതെങ്കിലും ഒരു ലൂപ്പിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വേറൊരു ലൂപ്പിലേക്കോ അല്ലെങ്കിൽ ഈഫിൽ എഴുതിയിട്ടുള്ളത് സ്വിച്ചിലേക്കോ മാറ്റി എഴുതുക എന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളതാണ്. നെക്സ്റ്റ് ഈ വർഷം പുതുതായിട്ട് വന്നിട്ടുള്ള ഒന്നാണ് നെസ്റ്റഡ് ലൂപ്പ്. ഒരു ലൂപ്പിനുള്ളിൽ മറ്റൊരു ലൂപ്പ് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇവിടെ ഒരു ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ബ്രാക്കറ്റിനുള്ളിലായിട്ട് മറ്റൊരു ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ സാധാരണ ക്ലോക്കിലൊക്കെ 60 സെക്കൻഡ് ഒരു മിനിറ്റാണ്. സാധാരണ ഡിജിറ്റൽ ക്ലോക്കിൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ 60 മിനിറ്റ് ഒരു മണിക്കൂറാണ്. 1 മണി കഴിഞ്ഞ് 2 മണി ആവുന്ന സമയത്ത് വീണ്ടും ഈ മിനിറ്റ്, അതായത് മിനിറ്റിൻ്റെ ഡിജിറ്റുകൾ വീണ്ടും 1 മുതൽ 60 വരെ, 60 വരെയല്ല, 1 മുതൽ 59 വരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയുള്ള ഒരു റിപ്പീറ്റിംഗ് ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന ഈ എക്സാമ്പിൾ ഫോർ i = 1 to 5 മതി. അതിനുള്ളിൽ 1 to i എന്ന് പറഞ്ഞിട്ടു, അല്ലെങ്കിൽ i വേണ്ട, ജസ്റ്റ് 1 to 60 എന്ന് കൊടുത്തു. ആദ്യത്തെ ലൂപ്പ് 1 മുതൽ 5 വരെ, അതായത് 5 പ്രാവശ്യം. രണ്ടാമത്തെ ലൂപ്പ് 1 മുതൽ 60 വരെ, 60 പ്രാവശ്യം. അതായത് i 1 ആവുന്ന സമയത്ത് ഇത് 60 പ്രാവശ്യം വർക്ക് ചെയ്യും, i 2 ആവുന്ന സമയത്ത് 60 പ്രാവശ്യം വർക്ക് ചെയ്യും, 3 ആവുന്ന സമയത്ത് 60 പ്രാവശ്യം വർക്ക് ചെയ്യും, 4 ആവുന്ന സമയത്ത് 60 പ്രാവശ്യം വർക്ക് ചെയ്യും, അങ്ങനെ 5 ആവുന്ന സമയത്ത് 60 പ്രാവശ്യം വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ഈ കോഡ് എഴുതിയിട്ടുള്ളത്. ഞാൻ ഇതിനുള്ളിൽ സി ഔട്ട് ജെ എന്നുള്ളതാണ്, 2 ലൂപ്പ് ഇട്ടിട്ടുണ്ട്. രണ്ടിനും ഒരേ വേരിയബിൾ കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഒന്ന് i എന്നും ഒന്ന് ജെ എന്നും കൊടുത്തിട്ടുള്ളത്. സി ഔട്ട് ജെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോഡ് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് 1 മുതൽ 60 വരെ, അതായത് 1 മുതൽ 60 വരെയുള്ള നമ്പേഴ്സ് കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു കോഡിൻ്റെ ഉപയോഗം. ജസ്റ്റ് ഒരു ടാബ് സ്പേസ് ഇടാൻ വേണ്ടി /t എന്നുകൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. തൽക്കാലം ഇത് ബാക്കിയുള്ള കോഡുകൾ ഞാൻ മായ്ച്ചു കളയാണ്. ജസ്റ്റ് നമുക്കൊരു ടെസ്റ്റ് നടത്താൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ
1 മുതൽ 60 വരെയുള്ള നമ്പേഴ്സ് കാണിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ സ്ക്രീനിലുള്ളൂ. ജസ്റ്റ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 1 മുതൽ 60 വരെയുള്ള നമ്പേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഒരു എക്സ്ട്രാ ഫോർ ലൂപ്പ്, നേരത്തെ ഇട്ടിട്ടുള്ള ഫോർ ലൂപ്പ് ഞാൻ മുകളിലേക്ക് വീണ്ടും അതേപോലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതായത് ഈ 1 മുതൽ 60 വരെ കാണിക്കുക എന്നുള്ളത് 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ഇത് വീണ്ടും ഒന്ന് കമ്പൈൽ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ സ്ക്രീനിൽ 1 മുതൽ 60 വരെയുള്ള നമ്പേഴ്സ് 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 1 മുതൽ 60 വരെ, 1 മുതൽ 60 വരെ, അങ്ങനെ 5 പ്രാവശ്യം ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് എന്നുള്ള പേര് പറയുക. ഒരു ലൂപ്പിനുള്ളിൽ മറ്റൊരു ലൂപ്പ് ഇൻസേർട്ട് ചെയ്യുന്ന രീതിയാണ് സാധാരണ ഇത് ഉപയോഗിക്കാറുള്ളത്. നമ്മൾ സാധാരണ ഒരു പാറ്റേൺ ഉണ്ടാക്കുക, അങ്ങനെയുള്ള ആവശ്യങ്ങൾ. പാറ്റേൺ ഉണ്ടാക്കുന്ന ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കുറച്ച് നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ള അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശങ്ങളിലാണ്. നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. i = 1 മുതൽ 5 വരെ, j = 1 മുതൽ 5 വരെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെയിം കോഡ് തന്നെ ഒന്നുകൂടെ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് 5 പ്രാവശ്യം, വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ നേരത്തെ കണ്ട അതേ നെസ്റ്റഡ് ലൂപ്പിൻ്റെ പ്രോഗ്രാം തന്നെയാണ് ഇപ്പോഴും സ്ക്രീനിൽ കാണുന്നത്. 2 ലൂപ്പുകളുണ്ട്. ഒരു ലൂപ്പിനുള്ളിലായിട്ട് മറ്റൊരു ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. i ലൂപ്പിൻ്റെ 1 മുതൽ 5 വരെ, j ലൂപ്പും 1 മുതൽ 5 വരെ. അതായത് 5 × 5, അതായത് 25 നമ്പേഴ്സ് ഔട്ട്പുട്ട് സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് മുതൽ 5 വരെ അങ്ങനെ 5 പ്രാവശ്യം, ഏകദേശം 25 നമ്പേഴ്സ് നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. നമ്മുടെ 5-ന് പകരം ഇപ്പം 3 എന്ന് കൊടുക്കുന്നു എന്ന് കരുതുക. 1 മുതൽ 5 വരെ, താഴെ 1 മുതൽ 3 വരെ. 1 മുതൽ 3 വരെയുള്ള നമ്പേഴ്സ് 5 പ്രാവശ്യം, 1 2 3 1 2 3 അങ്ങനെ 5 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇനി 1 മുതൽ 3 വരെ എന്നുള്ളത് 1 മുതൽ i വരെ എന്ന് കൊടുക്കുന്നുണ്ട്. അതായത് i 1 ആവുന്ന സമയത്ത് j 1 മുതൽ 1 വരെ, അതായത് 1 പ്രാവശ്യം. 2 ആവുന്ന സമയത്ത് 1 മുതൽ 2 വരെ 2 പ്രാവശ്യം. 3 ആവുന്ന സമയത്ത് 3 വരെ. അങ്ങനെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു നെക്സ്റ്റ് ലൈൻ coutendl എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഉൾപ്പെടുത്താം. അതായത് ഓരോ പ്രാവശ്യം അടുത്തടുത്ത ലൈനിലേക്ക് ആൻസർ വരാൻ വേണ്ടിയിട്ടാണ്. ഈ ലൂപ്പ് അവസാനിക്കുന്ന സമയത്ത് അടുത്തടുത്ത ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ സംഭവിച്ചിട്ടുള്ളത്, ആദ്യം i 1 ആവുന്ന സമയത്ത് ഒരു ആൻസർ മാത്രമേ ഉള്ളൂ. i 2 ആവുന്ന സമയത്ത് 1 2 ആൻസർ വന്നിട്ടുണ്ട്. 3 ആവുന്ന സമയത്ത് 1 2 3, 4 ആവുന്ന സമയത്ത് 1 2 3 4, ആ രീതിയിൽ വന്നിട്ടുണ്ട്. ഈ /t വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അടുത്തടുത്തായിട്ടാണ് വന്നോട്ടെ. ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഏകദേശം വന്നിട്ടുള്ളത്. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. 5 വരെ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25 സ്റ്റാർട്ടിങ് 25 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 25 വരെയുള്ള നമ്പേഴ്സ് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അവിടെ കാണാൻ പറ്റും. ആദ്യം 1 മാത്രമേ ഉള്ളൂ, പിന്നെ 1 2, പിന്നെ 1 2 3, ആ രീതിയിൽ മുന്നോട്ട് പോയി ലാസ്റ്റ് 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം അതിലൊരു ട്രയാങ്കിൾ ഷേപ്പിൽ സ്റ്റാർ സിമ്പിൾ കാണിക്കാനുള്ള ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. 1 മുതൽ 25 വരെ ഇല്ല, 5 വരെ ഉള്ളൂ. ജസ്റ്റ് ഞാൻ ഇവിടെ ആ പ്രോഗ്രാം ഒന്ന് ചെയ്യുകയാണ്. ഞാൻ cout i എന്നോ j എന്നോ എന്നുള്ളതിന് പകരം ഇവിടെ cout സ്റ്റാർ എന്നുള്ളൊരു സിമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ടെസ്റ്റിംഗ് നടത്തി നോക്കാം. സ്റ്റാർ എന്നുള്ള സിമ്പിൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇപ്പോൾ ആദ്യം 1 സ്റ്റാർ, പിന്നെ 2 സ്റ്റാർ, 3 സ്റ്റാർ, അങ്ങനെ ലാസ്റ്റ് ഇത് 25 സ്റ്റാർ ഉണ്ടാവും. എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 25 സ്റ്റാർ ആയിരിക്കും. ഇത് ഒരു നെസ്റ്റഡ് ലൂപ്പ് എന്നാണ് ഇതിന് പേര് പറയുക. ഒരു ലൂപ്പിനുള്ളിലായിട്ട് മറ്റൊരു ലൂപ്പ് ഇൻസേർട്ട് ചെയ്യുന്ന രീതിയാണ് നെസ്റ്റഡ് ലൂപ്പ്.
ഇനി ഈ വർഷം പുതുതായിട്ട് നിങ്ങളുടെ അതായത് കഴിഞ്ഞ വർഷം പഠിച്ചതിൻ്റെ റിപ്പീറ്റിംഗ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അതിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള 3 കാര്യങ്ങൾ കൂടിയാണുള്ളത്. അത് ഒന്ന് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഒരു പ്രോഗ്രാമിലെ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യാം. നമുക്ക് ഈ ലൈനിൽ നിന്ന് ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ലൈനിൽ നിന്ന് മറ്റേതെങ്കിലും ലൈനിലേക്ക് ജമ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ മൂവ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള പേര് പറയുക. അത് 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് C++ൽ ജമ്പ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഗോ ടു, പിന്നൊന്ന് ബ്രേക്ക്, പിന്നൊന്ന് കണ്ടിന്യൂ. അതിൽ ബ്രേക്ക് എന്നുള്ള ഒരു പ്രോഗ്രാം യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കീവേഡ് യൂസ് ചെയ്യുന്ന രീതി, ബ്രേക്ക് നമ്മൾ ഇതിനു മുമ്പ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു റിസൾട്ട് കാണിച്ചതിന് ശേഷം സ്വിച്ച് ബ്ലോക്കിന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട്, അതായത് അവിടെ നിന്ന് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ജമ്പ് ചെയ്ത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്തിരുന്നത്. അതേപോലെ നമുക്ക് ബ്രേക്ക് എന്നുള്ളത് വേറെ കീവേഡ്സ് അല്ലെങ്കിൽ ഈഫിൻ്റെ കൂടെ ഫോർ ലൂപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫോർ ലൂപ്പിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു രീതി ആണ് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഫോർ i = 1 to 10 എന്ന് കൊടുത്തിട്ടുണ്ട്. 1 മുതൽ 10 വരെയുള്ള ഒരു ഫോർ ലൂപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. cout i, ഇത് മാത്രം നമുക്കൊന്ന് ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. കമ്പൈൽ, അതായത് 1 മുതൽ 10 വരെ സ്ക്രീനിൽ കാണിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ ഉള്ള ഈ സ്ക്രീനിലുള്ള ഉദ്ദേശം. 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് താഴെയായിട്ട് വന്നിട്ടുണ്ട് ENDL ഉപയോഗിച്ചുകൊണ്ട്. ഇവിടെ നമ്മൾ ഒരു ഫോർ ലൂപ്പിനുള്ളിലായിട്ട് ഒരു ലൈൻ കൂടെ ഉൾപ്പെടുത്താൻ പോവാം. ഒരു ഈഫ് കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈഫ് i = 1 മുതൽ 10 വരെ ആയതുകൊണ്ട് ഇതിൽ 13 ഇല്ല, പകരം നമ്മളൊരു 7 i 7 ആവുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുക എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് എപ്പോഴാണോ 7 എത്തുന്നത് ആ സമയത്ത് ഈ ഫോർ ലൂപ്പ് നിർത്തിവെക്കുക. അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് കമ്പൈൽ ബിൽഡ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് വന്നിട്ടുണ്ട്. പിന്നീട് 7 ആയി കഴിഞ്ഞ സമയത്ത് 7 കാണിക്കാതെ ഇത് ബ്രേക്ക് ചെയ്തു. കാരണം cout i എന്നുള്ളത് ഈഫിൻ്റെ താഴെയാണ്, അതുകൊണ്ടാണ് 7 കാണിക്കാഞ്ഞത്. നമുക്കിത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെട്ട് നോക്കാം. 7 കൂടി കാണിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് താഴേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ 1 മുതൽ 7 വരെയുള്ള നമ്പേഴ്സിന് ശേഷം പ്രോഗ്രാം ബ്രേക്ക് ചെയ്തു, അതായത് ഫോർ ലൂപ്പ് നിർത്തിവെച്ചു. ബാക്കിയുള്ള ആൻസറുകളൊന്നും അതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഏതെങ്കിലും ലൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഈ കണ്ടീഷൻ ലൂപ്പിൽ നിന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. മുകളിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത 6 വരെ കാണിക്കും. പിന്നെ 7 ഇവിടെ 7 ആവുന്ന സമയത്ത് അതിന് ആദ്യമേ ചെക്കിംഗ് ആയതുകൊണ്ട് 7 ആവുമ്പോൾ നിർത്തിവെക്കും. 7 കാണിക്കാതെ 7 ആവുമ്പോൾ നിർത്തിവെക്കും. ഈ ബ്രേക്കിന് പകരം നമുക്ക് കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഒരു ജമ്പ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് C++ൽ ഈ വർഷം ഉൾപ്പെടുത്തിയിട്ടുള്ളത് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബ്രേക്കിൻ്റെ അതേ സ്ഥാനത്ത് തന്നെ നമ്മൾ കണ്ടിന്യൂ എന്നാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. കണ്ടിന്യൂ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ലൈൻ സ്കിപ്പ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുക. ഒരു ലൂപ്പിനുള്ളിൽ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ഈ കണ്ടീഷൻ മാച്ച് ആവുന്നത് ആ സമയത്ത് ലൈൻ സ്കിപ്പ് ചെയ്യും. അതിന് താഴെയുള്ള ലൈനുകളാണ് സ്കിപ്പ് ചെയ്യുക. അതിനുശേഷം ബാക്കി കണ്ടിന്യൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള 7 ആവുന്ന സമയത്ത് അത് സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് സ്ക്രീനിൽ 7 എന്നുള്ള നമ്പർ ഉണ്ടാവില്ല. ബാക്കിയുള്ള നമ്പേഴ്സ് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടിന്യൂ എന്നുള്ള ഏതെങ്കിലും ഒരു മാച്ചിങ് കണ്ടീഷൻ വരുന്ന സമയത്ത് ആ ലൈൻ അതിന് താഴെയുള്ള ലൈനുകളൊക്കെ സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ i = 7 എന്നതിന് പകരം ഒന്നിൽ കൂടുതൽ ചെക്കിങ് വരുന്ന ഒരു കണ്ടീഷൻ കൊടുക്കാം. i% = 0 എന്ന് കൊടുക്കും.
അതായത് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന് ഇടയിൽ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 0 കിട്ടുന്ന നമ്പേഴ്സ്, അതായത് ഇരട്ട സംഖ്യകൾക്കൊക്കെ ശിഷ്ടം 0 ആയിരിക്കും. അപ്പോൾ ഒന്നിൽ കൂടുതൽ ചെക്കിങ്ങൾ ഇവിടെ ഉണ്ടാവും. ജസ്റ്റ് നമുക്കൊന്ന് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇരട്ട സംഖ്യകൾ വരുന്ന സാഹചര്യം ഫുള്ള് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. 1, 3, 5, 7, 9 എന്നാണ് ഇതിൽ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. കണ്ടിന്യൂ എന്നുള്ളതിൻ്റെ പ്രത്യേകത ലൂപ്പ് ബ്രേക്ക് ചെയ്യില്ല, പകരം കുറച്ച് ലൈനുകൾ സ്കിപ്പ് ചെയ്തതിന് ശേഷം ബാക്കി കണ്ടിന്യൂ ചെയ്യുക എന്നതാണ്. പക്ഷെ ബ്രേക്ക് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ, ഈ കണ്ടീഷനിൽ തന്നെ ബ്രേക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഏത് സംഖ്യക്കാണോ, അതായത് ആദ്യത്തെ ഇരട്ട സംഖ്യ 2 എന്നുള്ള സമയത്ത് ഇത് കണ്ടീഷൻ മാച്ച് ആവും, ആ സമയത്ത് തന്നെ ലൂപ്പ് നിർത്തിവെക്കും. അതോടുകൂടി പിന്നീട് അത് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യൂല. 1 എന്നുള്ളത് മാത്രം കാണിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നത് കാണാൻ പറ്റും. കണ്ടിന്യൂ ഡിഫറൻസ് ഉണ്ട്, ലൂപ്പിൽ നിർത്തി വെക്കുന്നില്ല, കുറച്ച് ലൈനുകൾ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉപയോഗം. നിങ്ങൾക്ക് തന്നിട്ടുള്ള നോട്ട്സിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ബ്രേക്ക് കണ്ടിന്യൂ തമ്മിലുള്ള ഡിഫറൻസുകൾ ചോദിച്ചിട്ടുണ്ട്. എക്സാമിനൊക്കെ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ %2 = 0 പകരം 1 കൊടുത്തു. ഒറ്റ സംഖ്യ ആണെങ്കിൽ ബാക്കി 1 ഉണ്ടാവും, ഇരട്ട സംഖ്യ ആണെങ്കിൽ ബാക്കി 0 ഉണ്ടാവും. ഈ 2 നമ്പറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനത് ഒറ്റ സംഖ്യ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒറ്റ സംഖ്യകൾ വരുന്ന സമയത്ത് ലൈൻ സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഇരട്ട സംഖ്യകൾ മാത്രമാണ് ഇപ്പോൾ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതാണ് ബ്രേക്ക് കണ്ടിന്യൂ തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇനി ആകെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് ബാക്കിയുള്ളത്. ഗോ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഗോ ടു എന്നുള്ളത് നമുക്ക് ഏത് പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഗോ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേബൽ അല്ലെങ്കിൽ ഒരു പേര്, എന്തെങ്കിലും നമുക്കൊരു കീവേഡ് അല്ലാത്ത എന്തെങ്കിലും ഒരു പേര് നമുക്ക് ഏതെങ്കിലും പ്രോഗ്രാമിൽ എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ജമ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. അപ്പോൾ എന്താണോ പേര് കൊടുക്കുന്നത് ആ പേര് നമ്മൾ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടാവും. ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കോഡിങ് റിപ്പീറ്റ് ആണ്. തൽക്കാലം ഞാൻ ഇതൊന്ന് മായ്ച്ച് കളഞ്ഞിട്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പം ഇത്രയും ലൈൻ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇൻറ്റ് i = 20, cout i++. അതായത് ഇതിൽ ഇപ്പോൾ ലൂപ്പ് ഒന്നും ഇല്ല, ജസ്റ്റ് i = 20 ആ i കാണിക്കുക, പിന്നെ i 21 ആക്കി മാറ്റുക എന്ന് മാത്രമേ ഇതിൽ എഴുതിയിട്ടുള്ളൂ. ജസ്റ്റ് 20 കാണിച്ചതിന് ശേഷം അത് എക്സിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തിരിച്ച് 20 മുതൽ ഒരു 50 അല്ലെങ്കിൽ 40 വരെ ഇതിങ്ങനെ വീണ്ടും ഈ cout i എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യണം. സാധാരണ ഫോർ ലൂപ്പോ വൈൽ ലൂപ്പോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഗോ ടു ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നത് ഞാൻ നേരത്തെ കട്ട് ചെയ്തിരുന്നു. i < ≤ 40, അതായത് 20 എന്ന് കാണിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് 21 ആക്കി. i 40-ൽ താഴെയാണെങ്കിൽ ഗോ ടു സ്റ്റാർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്തേക്ക് തന്നെ cout i എന്നുള്ളതിലേക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് എന്ന് കൊടുത്തിട്ടുള്ള ആ പേര് ഇവിടെ നമ്മൾ കോളൻ ഇട്ട് കൊടുക്കുന്നു, സെമി കോളൻ അല്ല, കോളൻ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതൊന്ന് കമ്പൈൻ ചെയ്ത് നോക്കുക. ഇവിടെ 20 മുതൽ 40 വരെയുള്ള നമ്പേഴ്സ്, 20 മുതൽ 21, 22 അങ്ങനെ 40 വരെയുള്ള നമ്പേഴ്സ് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ 20 സ്റ്റാർട്ടിങ് 20 കാണിച്ചു, 21 ആക്കി. 40-ൽ താഴെയാണെങ്കിൽ സ്റ്റാർട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ ഗോ ടു സ്റ്റാർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്, സ്റ്റാർട്ട് എന്നുള്ളതിലേക്ക് പോകും. അതിൻ്റെ താഴെ വീണ്ടും 21 കാണിക്കും, 22 ആക്കി. വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അതായത് ഒരു ഫോർ ലൂപ്പ് പോലെ അല്ലെങ്കിൽ ഒരു ലൂപ്പ് പോലെ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ് ഗോ ടു. പ്രത്യേകിച്ച് ചെക്കിംഗ് ഒന്നും ചെയ്യാതെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ജമ്പ് ചെയ്യുക എന്നുള്ളതാണ് ഗോ ടു എന്നുള്ള ഒരു വാക്കിൻ്റെ യൂസേജ്. ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ, അതായത് സെക്കൻഡ് ഇയറിലുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ.